തറവാട്ടിൽ നിന്നും ചെറിയൊരു സങ്കടത്തോടു കൂടി പിരിയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി, ഇവിടുത്തെ എല്ലാ ആൾക്കാരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ നമ്മൾ ലണ്ടൻ്റെ ഒരു ബസ് പോയി എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ മുന്നിട്ട് ഏതൊരു ബസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയം ഇങ്ങനെ ടാക്സിക്കാർ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ എമ്മാതിരി ഗെയിമാണെന്നറിയും. നമ്മളെ കൂടെ ഈ ലണ്ടൻ യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട നമ്മളൊരു കോഴിക്കോട്ടുകാരുണ്ട് കേട്ടോ, മിസ്റ്റർ ജസ്റ്റിൻ. അടിവാരത്താണല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഓക്കെ. 7 ദിവസത്തെ വിസ കിട്ടി ഷെങ്കെങ്കിലേ? 7 ദിവസം യൂറോപ്പിൽ തീർത്തു. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹലോ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളിന്ന് 8ാമത്തെ ദിവസമാണ് പാരീസിൽ. ഇന്ന് നമ്മൾ UK പോവുകയാണ്. ലണ്ടനിലേക്കുള്ള ബസ്സിലാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളും എല്ലാം കൂടി കണ്ടിട്ട് ഇന്നത്തെ നമ്മളെ മൊത്തം യാത്ര ലണ്ടൻ യാത്രയായിരിക്കും. ബസ്സിലെ കാഴ്ചകൾ, അതിന് സൈഡിലുള്ള ഭംഗികൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ ഉള്ള ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിൻ്റെ സ്പേസസ് ആട്ടത്. ഇവിടെയുള്ള ഫുഡുകൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റുകൾ. ഇത് മുറിച്ചിട്ട് നമ്മൾ ഇതിനുള്ളിൽ പീസാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് മധുരമുള്ള നമ്മളെ നാട്ടിലുള്ള സാധനം തന്നെയാണ്. തക്കാളി, ബ്രെഡ്, കോഴിമുട്ട ഉണ്ടാവും. ഇതാ നല്ല ഭംഗിയിലാണ് നമ്മൾ ഈ കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഇതാണ് ചീസ്. ഇത് ചീസാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇത് പാലിൽ ഇതാക്കി കഴിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ മെനു. ഇതാണ് ബ്രെഡ്. ഇതിൽ നമുക്ക് ഈ 2 ഫ്ലേവറിലുള്ള ഓരോരോ ഇത് കൂടി ഉണ്ടാവും നമുക്ക്. അപ്പം ഇതാണ് നമുക്കുള്ള സെറ്റപ്പ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇത് നല്ല തൈരിൻ്റെതാണ്. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സും ഉണ്ടാവും കേട്ടോ. ആപ്പിള്, ഓറഞ്ച്, സംഗതികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഹോസ്റ്റലിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റിയാണ്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നല്ല ഹോസ്റ്റലിലാണെങ്കിൽ കേട്ടോ. ഇത് ഹോസ്റ്റൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് കുറേ ഗ്രൂപ്പായിട്ട് ഇത് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് യൂറോപ്പിൽ, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക, അമേരിക്കയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തുള്ള ആ ഗ്രൂപ്പിൻ്റെ നോക്കി ഹോസ്റ്റലുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങുമ്പോൾ നമ്മൾ സ്പേസിൽ ഉറങ്ങുന്നതെന്ന് മാത്രമല്ലാതെ വേറൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ നമ്മളെ തറവാട്ടിൽ നിന്നും ചെറിയൊരു സങ്കടത്തോടു കൂടി പിരിയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി, ഇവിടുത്തെ എല്ലാ ആൾക്കാരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. 7-8 ദിവസം നമ്മെ ബന്ധവും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് എന്നോട്. അപ്പം ഇന്ന് നമ്മൾ ലണ്ടനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളും നമ്മൾ പോകുന്ന സ്റ്റേഷന്, നമ്മളെത്തുന്ന ബസ് സ്റ്റേഷന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ? അപ്പം ഞാൻ എൻ്റെ യാത്രകളിൽ ഇനി എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഹോസ്റ്റലായിരിക്കും. ഇപ്പം എൻ്റെ തറവാടെന്ന് വെറുതെ പറഞ്ഞതല്ല, അതിൻ്റെതായ ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഐ ആം ഗോയിങ്. Have a good day. Okay, thank you. Nice to meet you. Okay, brother. Thank you very much. Bye bye. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ ഈ യാത്രേൻ്റെ ഒരു സ്പെൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കനോലി കനാൽ, എൻ്റെ സ്വപ്നത്തിലെ കനോലി കനാലാണ്. എൻ്റെ സ്വപ്നത്തിലെ കനോലി കനാൽ ഇങ്ങനെയാണ്. ഇവർ 100 വർഷം മുന്നിട്ടുണ്ടാക്കിയതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ മതി. ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും, ഒരാഗ്രഹമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ വന്ന് ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളും നല്ലവരും ഇടയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നല്ലത് സെലക്ട് ചെയ്യുക, അതിനുള്ള കോൺഫിഡൻസും എക്സ്പീരിയൻസൊക്കെ നമുക്ക് വേണം. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, അറിയാനുണ്ട്. ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട ഫീലിംഗ് യാത്രയിൽ ഫീൽ ചെയ്യുകയില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഇപ്പം നമ്മൾ റോസ പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ മെട്രോ സ്റ്റേഷന് സെലക്ട് ആയിട്ടുണ്ട് ഗൂഗിളിൽ. മെട്രോ 2. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറിയിട്ട് 13ലേക്ക് മാറണം. ടോട്ടൽ 43 മിനിറ്റ് ആണ് ടൈം. അതിൽ 4 യൂറോ ആണ് നമ്മളെ റേറ്റ് വരുന്നത്. അപ്പം ഇതുപോലത്തെ ലഗേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ദിവസം യാത്ര ചെയ്യാൻ കഴിയും. പക്ഷെ അത് കൊണ്ടു നടക്കാൻ ലേശൊരു എക്സ്പീരിയൻസും കുറച്ചൊരു ഹെൽത്തിയൊക്കെ ആയിരിക്കണം. അതുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോളിൽ കയറ്റി വെക്കാനേ ഉള്ളൂ.
നടക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഈ കാണുന്നത് ഇതുപോലത്തെ പെറ്റ്സിനെ ഒരു വളർത്തുന്നുണ്ട് കേട്ടോ. വളർത്തുന്നതിൽ കൊണ്ട് നടക്കുന്നതിൽ ഞാൻ കണ്ടത് കൂടുതലും പെറ്റ്സ് നായ്ക്കളാണ്. ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൂച്ചകളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ ഇനി നമ്മൾ മെട്രോയിൽ കയറിയിട്ട് ഉടൻ നമ്മൾ എവിടെ എത്തുന്നതാണ്, നമ്മളെ ബസ് ടെർമിനലിലേക്ക് എത്തുന്നതാണ്. ഓക്കെ. അങ്ങനെ നമ്മളെ ഈ പ്രാവശ്യത്തെ ലാസ്റ്റ് പാരീസിലെ മെട്രോ ട്രിപ്പാണ്. മെട്രോൻ്റെ അകത്ത് മുകളിൽ കൂടിയുള്ള ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ ട്രിപ്പിലെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പാണ്. ഇനി അടുത്ത ട്രിപ്പിൽ നമ്മൾ പാരീസിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ മെട്രോ കാഴ്ചകൾ കാണാം. ഇതിപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അന്ന് കാണിച്ചതുപോലെ താഴോട്ട് പോയി മെട്രോ പിന്നെ 13ലേക്ക് ട്രാൻസ്ഫർ ആണ്. ഇത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. നേരെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ഇവിടെ ടിക്കറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കടക്കൽ ഓക്കെ. നമ്മൾ ബസ്സിൻ്റെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈമിങ്ങും കാര്യങ്ങളും ഇഷ്യൂ ഒന്നും പേടിക്കാനില്ല. കാരണം ഇവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. ഹലോ, ആ ടെൻഷനൊക്കെ കഴിഞ്ഞു. ഈ ബസ്സുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പല ഭാഗങ്ങളിലേക്കുള്ള കേട്ടോ ബസ്സുകൾ. ഒക്കെ ഇവിടുത്തെ ലോക്കൽ നെറ്റ്വർക്കാണ്, അത് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് കേട്ടോ. ബസ്സുകൾ വരിയായിട്ട് കണ്ടെങ്കിൽ നമ്മളെ ബസ് ഏതാ ഫ്ലിക്സ്. ഇത് ഇവിടുന്ന് പുറപ്പെടുന്നത് കേട്ടോ. ഫ്ലിക്സ് എന്ന് പറയുന്നത് ജനറലി ആണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ബേസ് ലണ്ടനാണോ എന്നൊരു സംശയമുണ്ട്. ലണ്ടനോ അല്ലെങ്കിൽ ഓസ്ട്രിയ അങ്ങനെ തോന്നുന്നു. എന്തായാലും ഇവിടെയാണ് നമ്മളെ ഇതിലേത് ബസ്സാണ് നമ്മളതെന്നൊന്ന് നോക്കി കൺഫേം ചെയ്യേണ്ടതുണ്ട്. കൺഫേം ചെയ്ത് ഓൾക്ക് പാസ്പോർട്ട്, ലഗേജ്, കുറേ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് നമ്മൾ കയറിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലണ്ടൻ്റെ ഒരു ബസ് പോയി എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ മുന്നേ, 1 മണിക്കൂർ മുന്നേട്ടോ ഏതോ ഒരു ബസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയത്ത് ഇങ്ങനെ ടാക്സിക്കാർ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ എമ്മാതിരി ഗെയിമാണെന്നറിയുമോ, ഒക്കെ നമ്മളതിൽ പെട്ടു. ഇതിപ്പോൾ ഞാൻ കണ്ടില്ല, എൻ്റെ ലഗേജ് ഇതാണ്. ഈ ലഗേജ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇതിനൊരു ഷോള് ഞാനിങ്ങനെ ഇട്ട് വെക്കും, ഒരു വെള്ളം വെക്കും, പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ അവല് ഉണ്ടാവും എൻ്റെ വർക്ക്. ഇതാണ് എൻ്റെ ഇതിൽ. പിന്നെ എൻ്റെ ഇവിടുത്തെ ഷൂട്ടിങ്, നമ്മളതിനുള്ള ക്യാമറ, ഫോണ്, കാര്യങ്ങൾ, എൻ്റെ ബാക്കിയുള്ള എല്ലാ ജനറലായിട്ടുള്ള ബാക്കി ഇത് ഡ്രസ്സും കാര്യങ്ങളും അങ്ങനത്തതൊക്കെ ഇതിലുണ്ടാവുള്ളൂ കേട്ടോ. നമുക്കൊരിക്കലും ഒന്നും മിസ്സായി പോയാലും തൽക്കാലം യാത്രയും വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇതില്ല. ഇത് നമ്മൾ ഏറ്റവും വാല്യൂ ഉള്ളതായിരിക്കും. ഇതിൻ്റെ അകത്താണ് നമ്മളെല്ലാ സംഗതികളും ഉണ്ടാവുക. ജീവൻ നിലനിർത്തുന്നതും മനുഷ്യനെ നിലനിർത്തുന്നതും അതിർത്തി നിലനിർത്തുന്നതും തിരിച്ച് ഞാൻ നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം നിലനിർത്തുന്നത് ഈ ബാഗാണ്. ഇപ്പം വന്ന ബസ്സാണ്, ലണ്ടനിൽ വന്നതാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ ആൾക്കാർ വന്ന് ലഗേജ് കണ്ടില്ല, നമ്മൾ ഇൻ്റർനാഷണൽ വരുന്നവർ വന്ന് ബസ്സിലിറങ്ങി നേരെ അതിൽ പോവുക. കുറച്ചുകൂടി ബസ്സുകളൊക്കെ ഉണ്ട്, വരുന്നുണ്ട്. ഫ്ലിക്സ് ബസ് പണ്ടത്തേത് ഒരു പച്ചയും വെള്ളയായിരുന്നു. അപ്പോൾ ഫുള്ള് വെള്ളമാക്കിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് ഒരു സൈഡിൽ മാത്രം ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ട്, ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ. അപ്പോൾ ഇനിയിപ്പം ഇവിടെ പാരീസ് എവിടേക്കുള്ളതാണിത്, ഇവിടുത്തെ മാത്രമേ ഉള്ളൂ, എവിടെ നിന്നാണ് വരുന്നതെന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇവരൊക്കെ ഇറങ്ങിപ്പോയതിൻ്റെ ശേഷം നമുക്ക് അന്വേഷിക്കാം. ഇവർ പോർച്ചുഗലിൽ നിന്ന് വന്ന ബസ്സാണത്, ലണ്ടനല്ല. അപ്പോൾ അത് ഇവിടുത്തെ ഫാമിലി അവിടെ പോയി വരികയാണ്. ഒരു കുട്ടീനെ വെയിലത്തിട്ട് വെച്ചുകൊണ്ട് അത് നോക്കുന്നതുണ്ട് ഐറ്റങ്ങളെ. ആ കുട്ടീൻ്റെ വണ്ടി ട്രോളിയിൽ ഇരുത്തി, വെയിലത്ത് ഇരുത്തി നേരെ ഓള വഴിക്ക് പോയി. ഇനി ആ കുട്ടീനെ എടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ ഇങ്ങനെയാണ് ചെറിയ കുട്ടികളെ ഡെവലപ്പാക്കി ഇവർ കൊണ്ടുവരുന്നത്. അതുപോലെ ഇതൊരു ബോൾഡായിന്ന് ഇനി ഇതുകൊണ്ട് ഇവർക്ക് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ, ആദ്യം ആ കുട്ടീനെ സെറ്റ് ചെയ്തിട്ടല്ലേ ബാക്കിയൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ അതൊക്കെ വെയിലത്തോ ഒക്കെ പഠിപ്പിച്ചും കൊണ്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് കാര്യങ്ങൾ. അപ്പം നമ്മളെ ബസ് ഈ ഭാഗത്താവാനൊക്കെ സാധ്യത. ഇതിൽ നമ്മൾ ഈ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാ കാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ബ്ലാ കാർ.
ഈ ബ്ലാ കാറും നമുക്ക് ഇതേപോലെ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ടാക്സി ഇവർ അതിർത്തി കടത്തിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അത് അനുവദനീയമാണ്, പക്ഷേ റിസ്ക് ഉണ്ടായില്ല. ഓക്കെ, നമ്മുടെ സേഫ്റ്റി കുറയും. പക്ഷേ ചിലപ്പം ചില സമയത്ത് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ പൈസ കുറയുകയൊക്കെ ചെയ്യും ബ്ലാ കണക്ഷനിൽ. പക്ഷേ ബ്ലാ കണക്ഷൻ ഇതിൻ്റെ മുന്നത്തെ യാത്രകളിൽ മുമ്പ് ഒരിക്കലും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ടൈമിങ് പങ്ക്ച്വാലിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മളിട്ട് ടെൻഷൻ ആക്കിട്ടിട്ട് ബോർഡറിലൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ഇതും ചെയ്തു തരില്ല. ബ്ലാ കാർ ചിലപ്പോൾ നല്ലത് കിട്ടുന്നുണ്ടാവും, പക്ഷേ നമുക്ക് സേഫ്റ്റി ഓപ്ഷൻ കുറവായിരിക്കും. ബസ്സാകുമ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് ഒന്നും പേടിക്കാനില്ല. അതാണ് ബസ് എടുത്താലുള്ള ഗുണം. ആ കുട്ടീനെ എന്താ ചെയ്യുന്നതെന്ന് തന്നെ അറിയില്ല. അതാണ് തൂക്കി അങ്ങോട്ടിട്ട്. പാരീസിലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന ബസ്സുകളാട്ടത്. എയർപോർട്ടാണ് ആ ഭാഗത്ത് അവിടെ നിർത്തുന്നത്. നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ, ഇവിടുന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പാരീസ് സിറ്റിയിലേക്ക് ബസ്സിനുമൊക്കെ പോകാം. എയർപോർട്ടിൽ ചിലപ്പോൾ നമുക്ക് സർവീസൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ബസ്സാണ് എയർപോർട്ടിൽ നിന്ന് വരിക. അത് ഇവിടേക്ക് വന്ന് ഈ സ്റ്റാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് പോകും. അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. പാരീസിൽ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയതുപോലെ മെട്രോയിൽ ഉപയോഗിക്കാനും പറ്റും. നമ്മളെ ബസ് എത്തിയിട്ടുണ്ട്. ഞാൻ ഡ്രൈവറോട് ഒരു റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഡ്രൈവർക്ക് ഫ്രഞ്ചേ അറിയുള്ളൂ. ഞാൻ റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്, എനിക്ക് ഫ്രണ്ടിലേക്ക് സീറ്റാക്കി തരുമെന്ന്. കാരണം ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നമ്പർ കിട്ടിയത് എനിക്ക് 15B എന്ന് പറഞ്ഞ സീറ്റാണ്, 15B. അപ്പോൾ അത് മുന്നിലേക്ക് കിട്ടിയാൽ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനുള്ള സ്ഥലം കിട്ടുക എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ കയറി തുടങ്ങിയതിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഡ്രൈവർ കൂടെ മോനും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബസ് കേട്ടോ. അങ്ങനെ 1:15 1:25 നമ്മളെ ബോർഡിങ് സ്റ്റാർട്ടായി. എല്ലാവരെയും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതാണ് നമ്മളെ കൂടെയുള്ള യാത്രക്കാർ. ലഗേജ് ഇടുന്നത്, ഇത് നമുക്ക് എൻട്രി കയറാനുള്ള ഡോറാണിത്. അത് ലഗേജ് ഇടുന്ന സ്ഥലമാണ്. ഇത് ലഗേജിലേക്ക് ഇടും ഞാൻ. മറ്റേ ബാഗ് കയ്യിൽ കരുതും. അപ്പോൾ ആൾക്കാർ ക്യൂലാണ്. ജബർദസ്തി ആക്കേണ്ട കാര്യമില്ല. ഇയാൾ ഒറിജിനലി മഗ്രിബി ആട്ടോ. മഗ്രിബി എന്ന് പറഞ്ഞാൽ അൾജീരിയ. ഇവിടെ ഫ്രാൻസിൽ സെറ്റിലായതാണ്. അയാൾ മോൻ്റെ ടീഷർട്ടിൽ കണ്ടില്ലേ മഗ്രിബി എന്ന് എഴുതിയത്. അപ്പോൾ മഗ്രിബിക്കാർ ഇവിടെ വന്ന് സെറ്റിലായതാണ് ഈ ഡ്രൈവർ. അപ്പോൾ നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിക്കേണ്ടതുണ്ട്. പാസ്പോർട്ട് സ്കാൻ ചെയ്യുകയോ ഫോട്ടോ എടുക്കുകയോ എന്തോന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പാസ്പോർട്ടും നമ്മളെ ടിക്കറ്റും കാണിക്കേണ്ടതുണ്ടാവും. അതായിരിക്കും ഇതിൻ്റെ എൻട്രി സിസ്റ്റം വരുന്നുണ്ടാവുക. അത് അവരെ പാസ്പോർട്ട് നോക്കുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്. പാസ്പോർട്ട് ഞാൻ ഈ വാലറ്റിലാണ് കരുതുക. കാരണം എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണിത്. അപ്പോൾ വളരെ വൃത്തിയായിട്ടാണ് ഇത് സൂക്ഷിക്കുക. ഇനി ഇതിലേക്ക് എൻ്റെ വിസ എൻ്റെ ഫോട്ടോസ് ഇതിലുള്ളതാണ്. ഇപ്പോഴത്തെ ഫോട്ടോ അല്ല, ഞാൻ പാസ്പോർട്ട് എടുത്ത സമയത്തുള്ളതാണ്. വിസ കാണാൻ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വിസ. പുതിയ വിസ ഇതാണ്. ഈ വിസ ഇവർ സ്കാൻ ചെയ്യും, നമ്മളെ ടിക്കറ്റും സ്കാൻ ചെയ്യും കേട്ടോ. ഇതാണ് എൻ്റെ ടിക്കറ്റ്. ഇത് സ്കാൻ ചെയ്യുക 2 മണിക്ക് ഇവിടുന്ന് പോയിട്ട് 10:30 നമ്മളിവിടെ എത്തും, ലണ്ടനിലെത്തും. ഇതാണ് നമ്മളെ ടിക്കറ്റ് കേട്ടോ. എനിക്ക് ഇതാണ് സ്കാൻ ചെയ്യുക. ഇതൊക്കെ ഇനി അങ്ങോട്ടേക്ക് കയറാനുള്ള ആൾക്കാരാണ്. ബസ് ഫുള്ളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചേഞ്ചിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സീറ്റ് ചേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്ത് കയറാനുള്ള പരിപാടിയിലാണ്. എൻ്റെ പാസ്പോർട്ട് കാണിക്കുകയാണ് ഞാൻ. ഏതോ ആൾക്കാരെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. സ്കാൻ ചെയ്യാതെ അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല പാസ്പോർട്ടിൽ. എൻ്റെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ ഇവർക്ക് അത്ര രുചിക്കൊന്നുമില്ല. അത് പൊതുവെ അറിയാമല്ലോ. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ റൂൾസും കാര്യങ്ങളൊക്കെയാണ്. പാസ്പോർട്ട് ടിക്കറ്റ് $15. Yeah. ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്ക് കയറാനുള്ള 15B ആണ് സീറ്റ്. 15B സീറ്റിലേക്ക് കയറാണ്. ലഗേജ് ഐ പുട്ട് ഹിയർ. ലഗേജ് പുട്ട് ഇൻസൈഡ്. ലഗേജ് ഇതാണ് നമ്മളെ ലഗേജിൻ്റെ സ്ഥലം. എൻ്റെ ലഗേജ് ഞാൻ അവിടെ വെച്ചു. ഈ ബാഗ് ഞാൻ കയ്യിൽ കരുതാം കേട്ടോ. ലഗേജ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കെട്ടിയിട്ട്. ഇനി ഞാൻ 15B ആണ് എൻ്റെ സീറ്റ്.
15B കയറിയിട്ട് സെറ്റാക്കണം. ഇതാണ് ബസ്. ഇത്രയും നീളമല്ല. ഇവിടെ ചാർജിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് ടോയ്ലറ്റിലേക്കുള്ള എൻട്രൻസ്. 15B സോറി 15C 15B. 15B. Yeah, this one, huh? This one? Yeah. This one, yeah. No, I think 2 seats out. You take 2 seats. No, 15B. B may be this one, right? That's okay, yeah, you can sit there. She can sit there. It's all right. No, I think have full this bus. Somebody, the driver said me full. The bus is full. Oh, Ticket full. yeah. No problem. Please sit. Now I'll sit here. We will arrange. No problem. അപ്പോൾ ഇവിടെ ഇത് ഫുള്ള് ബസ് ഫുള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് എൻ്റെ സീറ്റ് ഉള്ളത്. സീറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ സമയത്ത് കൈകാര്യം ചെയ്യും. IQ ട്രാവലർ പാരീസിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി പോക്ക് വളരെ ഭംഗിയായിട്ട് പോട്ടെ, ഒരു ബുദ്ധിമുട്ടും വരാതെ ബസ്സിൽ കയറി നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം പോകുന്ന വഴിയിൽ എമിഗ്രേഷന് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. കാരണം നമ്മൾ റൂൾസ് അംഗീകരിച്ചിട്ട് നമ്മൾ എന്തും ചെയ്യും. ഈ റൂൾസ് അംഗീകരിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവർ നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ധൈര്യസമേതം അവരോട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിനുള്ള ഒരു പ്രത്യേകത. നമ്മൾ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണത്. അപ്പം ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ പാസ്പോർട്ട് കാണിക്കുന്ന സമയത്ത് ഇവർക്കൊരു എപ്പോഴും ഒരു പുച്ഛമായൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ആ പുച്ഛത്തിനെ അവരെയും ആ സെൻസിൽ കണ്ടുകൊണ്ടേ ഹാൻഡിൽ ചെയ്യുള്ളൂ. അല്ലാതെ അവരെ ഓവർ റെസ്പെക്റ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. സ്റ്റാൻഡായിട്ട് നിൽക്കണം. നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ. ഇവരൊന്നിനെയും മൈൻഡ് ചെയ്യില്ല. നമ്മളും അങ്ങനെ തന്നെ ആകുമ്പോൾ ഇവർ നമ്മളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനും കാര്യത്തിനൊക്കെ തയ്യാറാവും. അപ്പോൾ നമ്മളങ്ങനെ നിന്ന് പിന്നെ നല്ല മനുഷ്യരുമായിട്ട് നല്ല ബിഹേവിങ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഏരിയ. മറ്റേത് നമ്മൾ ലേശം ആദ്യം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ ഇവരുടെ അടുത്ത് ലേശം താന്നു നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല അതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, നമ്മളെ ഒന്നിനും പറ്റാത്ത ഒരാളെ പോലെ, ഒന്നും അറിയാത്ത ആളെ പോലെ ബിഹേവ് ചെയ്യും. നമുക്ക് അറിയുന്ന ആളെ പോലെ നിന്ന് നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ റെസ്പെക്റ്റും ചെയ്യും. നമ്മളെ ബസ്സിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സീറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. കുറേ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാലി ഉണ്ടെങ്കിൽ യാത്രയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാം. ഇനി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അവരുമായിട്ട് ഫ്രണ്ട്സായി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കാര്യം നമ്മൾ സാധിക്കും. അതൊക്കെ നിങ്ങൾക്കറിയാലോ. നമ്മൾ ഇപ്പം തന്നെ നമ്മളെ അവരോടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് കവർ ചെയ്ത് നമ്മളെ കാര്യങ്ങൾ നടത്തി നല്ലൊരു ഹാപ്പി ജേണി, നല്ല എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി നിന്നുകൊണ്ടുള്ള ഒരു 8-9 മണിക്കൂർ നേരത്തെ യാത്ര ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക, തുടർന്ന് കാണുക. ബസ്സിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരവസരമായാൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കും. അതിനൊരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളവരായിട്ട് ഫ്രണ്ടായാൽ എൻ്റെ പ്ലാൻ ഏതെങ്കിലും പാട്ടുകളൊക്കെ പാടി കൈകാര്യം ചെയ്യണം എന്നാണ്. പാട്ടുകാരനല്ലെങ്കിലും അങ്ങനെയൊക്കെ അവരെ എൻ്റർടൈൻമെൻ്റ് ആക്കുക. അപ്പോൾ അങ്ങനെ നമ്മളൊരു കമ്പനി ആക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. പക്ഷേ അത് ചില 1-2 ആൾക്കാർ പോലും, ഒരാൾ പോലും അതിൽ എൻജോയ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പബ്ലിക് പ്ലേസിൽ ഹ്യൂമൻ എങ്ങനെയാണ്, നമ്മൾ എല്ലാവർക്കും സൗകര്യവും സന്തോഷവും ഉള്ള രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ എല്ലാവരും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യും. അങ്ങനെയാണ് എക്സ്പീരിയൻസ്. ഈ പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നടക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ആൾക്കാരാണൊക്കെ എങ്കിൽ, എതിർക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജോളിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം ഈ യാത്രയിൽ. നമ്മളെ കൂടെ ഈ ലണ്ടൻ യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട നമ്മളൊരു കോഴിക്കോട്ടുകാരെ ഉണ്ട് കേട്ടോ, മിസ്റ്റർ ജസ്റ്റിൻ. അടിവാരത്താണല്ലേ? ഓക്കെ. എന്താണ് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഓക്കെ. 7 ദിവസത്തെ വിസ കിട്ടി ഷെങ്കൻ അല്ലേ? 7 ദിവസം യൂറോപ്പിൽ തീർത്തു. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ലണ്ടനിലെ ജീവിതമൊക്കെ? സാറല്ലേ പഠിക്കാൻ വന്നിട്ട് സെറ്റിലായി? ഓക്കെ. കുറച്ച് നല്ല എക്സ്പെൻസീവ് ആണേ ഉള്ളൂ ഇപ്പം, എന്നാലും കുഴപ്പമില്ല. നാട്ടിലെങ്ങനെ? അടിപൊളി. നാട്ടിലേക്ക് പോകാൻ പോതില്ലേ? പോകണം, പക്ഷെ പോയതുകൊണ്ട് നമുക്ക് അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകില്ലല്ലോ. ജോലിയൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇവിടെ ജോലി ഹാപ്പി അല്ലേ? ഇവിടെ ഹാപ്പി ആയിട്ട് പോകുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ കൂടെ ഈ 8 മണിക്കൂർ യാത്ര നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? നമുക്ക് എല്ലാവരുമായിട്ട് കമ്പനിയായിട്ട് ഒരു നല്ല യാത്ര നടത്താൻ നോക്കാം. തീർച്ചയായിട്ടും. എൻ്റേത് IQ ട്രാവലർ ഇക്കു എന്നാണ് എൻ്റെ ചാനൽ. അപ്പം പോകെ നമുക്ക് പരിചയപ്പെടാം, കാര്യങ്ങൾ ചെയ്യാം ലണ്ടനിലൊക്കെ. ഞാനൊരു യൂട്യൂബറാണ്. പിന്നെ അതേപോലെ നമ്മൾ ഈ എന്താ പറയുക, സോളോ ആയിട്ട്
വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യാത്രാ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അതാണ് എൻ്റെ ഇപ്പം ആണ് സോളോ ട്രാവലിംഗ് ആണ് സോളോ ട്രാവലിംഗ് ആണ് ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. മറ്റേത് എന്താണെന്ന് പറയാൻ നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റില്ല. ഞാൻ ഇറങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വേറെ രാജ്യത്ത് ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ദ ബെസ്റ്റ്. യെസ്, നമ്മൾ എക്സ്പീരിയൻസ് ആയി. കാര്യമല്ല. അതെ, യാത്ര ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും പോവാം. നല്ല ബിഹേവിങ് വേണം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമേ. എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമേ ഉപയോഗിച്ചാണ് ഇത്ര പോയത്. ഞാൻ നടത്തും കൂടിയാണ് ഉപയോഗിക്കുക. എങ്ങനെ ഇവിടെ ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 ദിവസമായിട്ട് ഇറ്റലി, റോം. പക്ഷെ ചെറിയ യാത്ര കഴിഞ്ഞ് ഇനി വലിയ യാത്ര നടത്താൻ പോതില്ലേ എല്ലാ രാജ്യത്തേക്കും? ഇപ്പോഴത്തെ ഇറങ്ങിയപ്പോൾ ഒരു ധൈര്യമായി ഒറ്റയ്ക്ക് എവിടെയും പോകാന്നല്ല. കാരണം ജർമ്മനി, ഇറ്റലിലേക്ക് അറിയാമല്ലോ, ഇംഗ്ലീഷും കൊണ്ടൊന്നും കാര്യമില്ല. എവിടെയില്ല. നമ്മളെ നാട്ടിൽ നിന്ന് വിചാരിക്കുക യൂറോപ്പിൽ മൊത്തം ഇംഗ്ലീഷും പറഞ്ഞ് നടന്നാൽ മതി. അതെ 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 അതെ, നമ്മളാണ് എത്രയോ ബെറ്റർ. നമ്മൾ കുറച്ച് കണ്ടമുറി ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നാട്ടിൽ പറയും, ഇവിടെ ഒരു വസ്തു മനസ്സിലാവില്ല അവർക്ക്. ബെൽജിയം, ആംസ്റ്റർഡാം ഒക്കെ വീണ്ടും ബെറ്റർ ആണ്. കുറച്ചൊക്കെ ടച്ച് ഉണ്ട്. അതെ, ജർമ്മനി, ഇറ്റലി രക്ഷയില്ല. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഇംഗ്ലീഷിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ജർമ്മനി വളരെ കുറവാ. ട്രെയിനുകളൊക്കെ കൂടെ കഷ്ടപ്പെട്ടിയാണ്. അവരെ പ്രിയോറിറ്റി പിടിച്ചു നിർത്തുന്നതാണ്. ആർക്കും കീഴടങ്ങി കൊടുക്കൂല. അതാണ് യൂറോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാനാ. ഓക്കെ, ലണ്ടൻ യു കമ്മിങ്? കമ്മിങ്. ബാക്ക് ടുഗദർ യു. നോ നീഡ് വിസ? French no problem. Okay. Tell me about you. Tell your name, please. My name is Mustafa from Algeria. Now Yasin. Which class you studying? Which class he study? School. Which class? Ayya school, madrasa. Ayya 4. Arabic speaking? Arabic speaking. Your home speaking Arabic, right? Okay. How are you? Good. This is good experience. Travel, you know. ഇവന് ഇവിടെ കാത്തിക്കുണ്ട്. ഇവനും സീറ്റുള്ളതാണ്. ഇതാണ് ലഗേജ് കേട്ടോ. ഇത് ഫുള്ള് ഈ ഭാഗം മൊത്തം ലഗേജാണ്. ഇതിൻ്റെ ഈ സൈഡിലാണ് ടോയ്ലറ്റ് വരുന്നത്. ഓക്കെ, മേലാണ് പിന്നെ നമ്മളെ സിറ്റിംഗ് ഒക്കെ വരുന്നത്. ഒരു നല്ല ഡിസൈനിങ്ങിലാണ് ബസ്സുള്ളത്. സീറ്റൊക്കെ നല്ല കംഫർട്ട് സീറ്റാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പാരീസിനോട് യാത്ര പറയാണ്. തുടർന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ വരും, കുറച്ചുകൂടി വിശദമായ പ്ലാനിങ്ങോട് കൂടിയിട്ട്. ഇതിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിലും നെക്സ്റ്റ് ട്രിപ്പിൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചാൽ അടുത്ത ട്രിപ്പിൽ നിങ്ങൾക്ക് പറയുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആരും മടി വിചാരിക്കരുത്. ഏത് മൈനസ് ഓർ പ്ലസ് കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മളെ യാത്ര വീണ്ടും തുടർന്ന് പോകുമ്പോൾ ഉഷാറാവുള്ളൂ. യാത്ര ഉഷാറാവണമെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കൂടി കിട്ടുമ്പോഴാണ് എനിക്കതിനോട് താല്പര്യത്തിൽ അത് തിരുത്തുകയും ചേഞ്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഐറിഷുകാരെ പറ്റിയിട്ട് അറിയാമല്ലോ, അവർ ബ്രിട്ടനിൽ യു കെയിൽ കുറച്ച് അവരോട് എതിർപ്പുള്ള ഒരു ഭാഗമാണ് യു കെയിൽ. പിന്നെ അവൻ്റെ ബാക്കിൽ കണ്ടില്ല മഗറിബി എന്ന് പറഞ്ഞ്. ഇവരത് ലാസ്റ്റ് നമ്മളിപ്പം ടൈമായി, ഏകദേശം കയറാനുള്ള ടൈമായി, 2 മണിയായി. ലാസ്റ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഉണ്ടാവും തോന്നുന്നു, വരും ഈ ആൾക്കാരും. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ബോർഡിങ്ങൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ലഗേജ് വെച്ച് ഓരും കൂടി കയറി കഴിഞ്ഞാൽ ഭൂരിഭാഗം നമ്മൾ പോകും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. പാരീസിനോട് വിട പറയാണ്. നമ്മുടെ ബസ്സിൽ ആൾക്കാരൊക്കെ ഫുള്ളാണ്. 1-2 സീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി
നമ്മൾ പാസ്പോർട്ട് കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ് ഇമിഗ്രേഷനിൽ. നമ്മളിപ്പോൾ ബോർഡർ കടന്നത് ഇതൊക്കെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഭാഗവും സെക്യൂരിറ്റീൻ്റെ ഭാഗവും കേട്ടോ. ആ ഭാഗം ബെൽജിയത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കൺട്രോളിലേക്കാണ് ഇപ്പം പോകുന്നത്. ഇവിടെ ഫ്രഞ്ചിൻ്റെ പാസ്പോർട്ട് കൺട്രോൾ, ഫ്രാൻസിൻ്റെ പാസ്പോർട്ട് കൺട്രോളാണ്, അപ്പുറം ഇംഗ്ലണ്ടിൻ്റെതുമാണ്. അപ്പോൾ നമ്മൾ യൂറോപ്പിലെ ഒരു രാജ്യത്തെ ബൈ റോഡ് എൻട്രി പോവുകയാണ്. ഇത് തന്നെ ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ലഗേജ് ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എമിഗ്രേഷൻ്റെ ഇതിലേക്ക് കൺട്രോൾ ബോർഡിൻ്റെ ഇതിലേക്ക് ഇവിടെ എടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ പാസ്പോർട്ട് കൊടുക്കുന്നിടത്ത് എടുക്കേണ്ടതെന്ന് പറയുമെന്ന് അറിയില്ല. ജസ്റ്റ് ക്യൂ നിൽക്കുകയാണ്. ഇവിടെ പാരീസിൽ നമ്മൾ കൺട്രോൾ ബോർഡ് കിടക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പറ്റിയാലും നിർത്താൻ പറഞ്ഞാൽ നിർത്തും, വോയിസ് ഉണ്ടാവില്ല. Paris immigration, England immigration. നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ലണ്ടൻ വിസ എനിക്ക് അടിച്ചു. വിസ അടിച്ചല്ല, വിസയിൽ സീലടിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ബൈ റോഡ് ഇങ്ങനെ ആൾക്കാർ വരൽ കുറവാണല്ലോ, അപ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് നീ ഫ്ലൈ പോകാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ട്രാവലറാണ്, എനിക്കിങ്ങനെയാണ് ഇൻട്രസ്റ്റ്, അതിനെക്കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ലണ്ടനിലേക്കാട്ടോ. ഈ ബോർഡറിൻ്റെ ഭാഗം ലണ്ടനിലാണ് ശരിക്കും. നമ്മൾ ആ ബോർഡർ അവിടുന്ന് പാരീസിൻ്റെത് കഴിഞ്ഞ് വരുന്നതാണ്. ഈ നമ്മൾ അവിടെ നിന്ന് ഗ്രില്ല് കണ്ടില്ല, അത് മുതൽ ഇങ്ങോട്ടേക്ക് ലണ്ടൻ്റെ അണ്ടറിലുള്ള സ്ഥലമാട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ് ഷിപ്പിൽ, നമ്മളെ വണ്ടി ഷിപ്പിലാണ് പോവുക. ഓരോരോ കാഴ്ചകൾ നമുക്ക് നേരെ കാണാം. എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ.